എന്റെ മോൻ ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ കുടിച്ചിട്ടില്ല. കുടിക്കണ്ട. അല്ലെങ്കിലും എനിക്കറിയാം ചില നേരത്തെ നിങ്ങൾ ഇങ്ങനെ. നീയൊക്കെ അത് പറയും. പിള്ളേരായാലേ അങ്ങനെ ഓടാനും ചാടാനും ഒക്കെ പോയെന്നിരിക്കും. അതിനിങ്ങനെയല്ല അവനെ ശിക്ഷിക്കേണ്ടത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ബാക്കിയുള്ള സമയത്ത് കുടുംബം നോക്കണം. ഓട്ടവും ചാട്ടമായിട്ട് നിന്നാലേ കുടുംബം മുന്നോട്ട് പോകത്തില്ല. അതിനിപ്പോഴേ അധ്വാനിച്ച് ശീലിക്കണം, മനസ്സിലായോ? ചേട്ടാ ചേട്ടാ എണീക്ക്. അപ്പച്ചൻ അടിച്ചപ്പോ ചേട്ടന് വേദനിച്ചോ? പിന്നെന്തിനാ കരയുന്നേ? ഇനി എനിക്ക് ഗ്രൗണ്ടിൽ പോകാനൊക്കില്ല. ഏത്തപ്പഴം പാലും ഒന്നും കിട്ടില്ല. സാരമില്ല, മോൻ ഓടാൻ ഇഷ്ടമാണെങ്കിൽ അമ്മച്ചി വിടാം. പക്ഷേ മോൻ നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടല്ലേ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നേ. മോനിത് കുടിക്കേ. എങ്കിലും എന്റെ സക്രിയ ഓട്ടത്തിന് ചേർന്നെന്നും പറഞ്ഞ ആ ചെറുക്കനെ ഇങ്ങനെ ഇട്ട് തല്ലണ്ടായിരുന്നു. കളി കൊണ്ട് നടന്നാലുള്ള കുഴപ്പം തനിക്ക് അറിയാത്തത് കൊണ്ടാ. പഠിത്തത്തിൽ പിന്നോട്ട് പോയാലേ പിന്നെ അത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ ഒക്കത്തില്ല. എന്റെ അനുഭവം കൊണ്ടാ ഞാനിത് പറയുന്നത്. എന്റെ ചെറുപ്പത്തിലെ ഇതുപോലെ അടി കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ വല്ലവന്റെയും തോട്ടത്തിൽ കിടന്ന് ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മിടുക്കന്മാരാണോ എന്ന് കരുതി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. എനിക്ക് പകരം ഒരു ആണായിട്ട് ഇനി അവനാ. അവൻ പഠിച്ചൊരു ജോലിക്കാരനായിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. പിന്നെ ചെറിയൊരു കൂര വെക്കണം, ആ മുതലാളിയുടെ കടവും വീട്ടണം. അതൊക്കെ താൻ പോലും അറിയാതെ അങ്ങ് നടന്നു പോകും. താൻ സമാധാനമായിട്ടിരിക്കും. അമ്മച്ചി, ഇന്നലെ എന്നെ ഗീവർഗി സാറ് വഴക്ക് പറഞ്ഞു വൈകിയതിന്. ആര് പറഞ്ഞു അത്രയും നേരം അപ്പച്ചൻ്റെ അടുത്ത് പോയിരിക്കാൻ? അമ്മച്ചല്ലേ പറഞ്ഞത് കാലത്ത് അപ്പച്ചനെ കുറച്ച് സഹായിക്കണമെന്ന്. ആ പറഞ്ഞത് നേരാ. ഇപ്പോഴേ അധ്വാനിച്ച് പഠിച്ചാലേ നാളെ വല്ലവന്റെ മുമ്പിൽ തല ഉനിക്കാണ്ട് നിൽക്കാൻ പറ്റൂ. എന്ന് വെച്ച് സ്പോർട്സ് സ്കൂളും വിട്ടിട്ടുള്ള അധ്വാനമൊന്നും വേണ്ട. എടി ഷൈനി, നീ അവിടെ എന്നാ എടുക്കുക? പൊയ്ക്കോ, ഇപ്പൊ തന്നെ വൈകി. മക്കൾ എന്തെങ്കിലും കഴിച്ചിട്ടാന്നോടി പോകുന്നേ? കഴിച്ചു. നീ എന്തെങ്കിലും കുടിക്കാനെടുക്ക. മോനെ, ഇതെന്താ പോക്കി തന്നെ? ചേട്ടാ ഞാൻ പോവാ. നീ നടന്നോ, ഞാൻ വന്നേക്കാം. ഇതൊന്ന് കെട്ടിക്കോട്ടെ. എത്ര സുന്ദരം, എത്ര സുന്ദരം, എന്റെ മലയാളം. മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ.
സിജി പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ജോസ് സക്കറിയ, വിഷ്ണു, ജിത്തു, മിലൻ, മിന്നു, ലിറ്റി, ദേവിക. സബ് ജില്ലാ മീറ്റിന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പീരീഡ് കഴിഞ്ഞാലുടൻ ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. സിറ്റ് ഡൗൺ. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. വ്യാജപ്പേരോട് ജയമിന്നോ നൂറല്ലേ, തോറ്റായെന്നാലും ചതി കൊണ്ട് നേടല്ലേ. യാഗം പടയോട്ടമൊരുക്കിയ നാട്ടിൽ പദയാത്ര നടത്തിയ താതൻ ഉരുവിട്ട് പഠിച്ചൊരു പാഠം കുഴികുത്തി അടക്കിയ കാലം തന്നിടാൻ പവനെന്നും നേടിടാൻ വീര്യം ചോർത്തിയിടും വിളയെല്ലാം നീക്കണ്ടേ. നോവിൻ ട്രാപ്പിൽ നിന്നോ പോകൂ അകലേ, നോവിൻ ട്രാപ്പിൽ നിന്നോ പോകൂ അകലേ. എങ്ങനെയുണ്ട് ഗീവർഗീസേ നമ്മുടെ പിള്ളേര്? പിന്നെ എല്ലാരും ഒന്നിനൊന്ന് മെച്ചം. ഇത്തവണയും ട്രോഫി നമുക്ക് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും. അതെന്റെ ഒരു വാശിയാ. തെക്കേമല സ്കൂളും നമ്മളും തമ്മിൽ ആ മത്സരം എന്നുള്ളത് അറിയാമല്ലോ. അറിയാം അച്ചോ. അവിടുത്തെ പ്രിൻസിപ്പാള് പുറത്തുനിന്ന് കോച്ചുകളെ വെച്ചാ പ്രാക്ടീസ് ചെയ്യിക്കുന്നേ. അവർക്ക് അതിനുള്ള പണവും സ്വാധീനവും ഒക്കെ ഉണ്ട്. നമ്മുടെ പിള്ളേരെന്ന് വെച്ചാ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാ. എന്തെങ്കിലും കഴിച്ചാ കഴിച്ചു. ഇവിടത്തെ മാനേജ്മെന്റിനാണെങ്കിൽ ചക്രവും കമ്മി. പക്ഷേ ഗീവർഗീസിന്റെ മിടുക്ക് കൊണ്ടാ
കഴിഞ്ഞ 10 വർഷമായി ഈ സ്കൂളിന് ഒരു പേര് വന്നേ. ഇതെന്റെ കഴിവൊന്നുമല്ല അച്ചോ. നല്ല ചങ്കുറപ്പുള്ള പിള്ളേരാ നമ്മുടെ കൈമുതല്. പ്രത്യേകിച്ചും ജോയും പ്രശാന്തും ഒക്കെ. പിന്നെ അച്ഛന്റെ സഹായവും. ഗീവർഗീസേ, ഇത്തവണ അങ്ങ് ഡൽഹി വരെ നമ്മുടെ സ്കൂളിന്റെ പേരെത്തണം. അച്ഛന്റെ സഹായം ഉണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ സംഭവിക്കും. നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും. ഇല്ല, ഇവിടെ നിന്ന് അങ്ങനെ ആരും ഒരു സ്പോർട്സിനും പോകുന്നില്ല. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ കാര്യം നിനക്കറിയാലോ. അതിന് പരീക്ഷ വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ പഠിച്ചോളും. ഇതാകെ 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. സ്കൂളിന് പേര് കിട്ടാൻ വേണ്ടി അവരങ്ങനെ പലതും പറയും. അതിനൊക്കെ നമ്മൾ തുള്ളാൻ നിന്നാലേ ഇവന്റെ ഭാവിയാ പോകുന്നത്. ഈ സ്പോർട്സ് ഒക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യ. ഈ പറഞ്ഞ ഒരു സ്പോർട്സുകാരും അവസാനം ഈ കുടുംബം നോക്കാനുണ്ടാവില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാലേ നീയാ ഇവരെ നോക്കേണ്ടത്. ആ ഓർമ്മ വേണം. അപ്പച്ചാ, ഈ പ്രാവശ്യം മാത്രം എന്നെ ഒന്ന് പോകാൻ വിടണം. ഇത്തവണ പോയാ പിന്നെ ഞാൻ ഒരു സ്പോർട്സിനും പോവില്ല. സത്യം. ഒന്ന് പറ അപ്പച്ച. വീട് അപ്പച്ച. അതാണ് നിങ്ങളുടെ ഒക്കെ ആഗ്രഹമെങ്കില് ഞാനായിട്ടത് മുടക്കുന്നില്ല. എന്നാ പോകാൻ ഒരുങ്ങിക്കോ. വേഗമാട്ടെ മാതച്ച, വെയിലിങ് കേറി വന്നു. ഓ, ഇനി ഒരു 19 റബ്ബർ കൂടല്ലേ ഉള്ളു. അതങ്ങ് ഡബഡബാന്ന് തീരുവന്ന്. അപ്പച്ചാ, അപ്പച്ചാ, നീ ഇതുവരെ പോയില്ലേ? യാത്ര പറയാൻ വന്നതാ. അത് വെളുപ്പിനെ പറഞ്ഞതല്ലേ, പിന്നെന്താ വീണ്ടും ഒരു യാത്ര പറച്ചില്? ഞാൻ അപ്പച്ചനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സമ്മാനം കിട്ടാൻ അപ്പച്ചൻ പ്രാർത്ഥിക്കണം. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? നീ ഓടണം, ഒന്നാമതാവണം. ഇവിടെ മാത്രം പോരാ, ഇന്ത്യയിലെ 1ാമത്തെ ഓട്ടക്കാരനാവണം. അത് ഈ അപ്പച്ചനെ കാണണം. ഇല്ലയോടോ മാത്തച്ച? അതെ അതെ, യവൻ മിടുക്കനാവും. ഈ മല മുഴുവനും ഓടിക്കയറിയ കാലല്ലയോ ഇത്. ഇത്തവണത്തെ മത്സരത്തിൽ യവൻ തന്നെ 1ാമൻ. അപ്പൊ പത്രത്തില് ഞാനും ഇവനും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ വരും. ആ പടത്തിന്റെ ഒരു മൂല ഈ മാത്തച്ഛനെ കൂടെ നിർത്തണോ മോനെ? അത് പിന്നെ ഇല്ലാണ്ട്. ഇത് പിടിച്ചോ. പോകുമ്പോഴേ പാറേപ്പള്ളിയിൽ ഒരു കൂട് മെഴുകുതിരി കൂടി കത്തിച്ച് വെച്ചിട്ട് വേണം വണ്ടി കയറാൻ. ശരി അപ്പച്ചാ. എന്നാ ശരി മോനെ. ശരി ചെല്ലേ ചെല്ലേ. എന്റെ പാറ മാതാവേ, ഉണ്ണി നീ മണ്ണിന്റെ കൺമണിയാകേണ്ടേ, വിണ്ണിൽ നീ പിന്നീടും പൊൻകണിയാകേണ്ടേ, ലക്ഷ്യങ്ങൾ നേടാനോ കച്ചമുറുക്കണ്ടേ, ലക്ഷ്യത്തിൽ ചെന്നിടാൻ യാത്ര തുടങ്ങണ്ടേ, ലോകം നവലോകം ഇനി നിന്റേതാകേണ്ടേ, വീരിൽ ശരവീരിൽ വിജയങ്ങൾ കൊയ്യണ്ടേ, ലോകം നവലോകം ഇനി നിന്റേതാകേണ്ടേ, വീരിൽ ശരവീരിൽ വിജയങ്ങൾ കൊയ്യണ്ടേ, ഉണ്ണി നീ മണ്ണിന്റെ കൺമണിയാകേണ്ടേ, വിണ്ണിൽ നീ പിന്നീടും പൊൻകണിയാകേണ്ടേ. എല്ലാരും വന്നേ, വീട്ടിൽ കയറിയിട്ട് പോവാം. വന്നേ.
സ്പോർട്സ് ഒക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ഒരു സ്പോർട്സുകാരും അവസാനം ഈ കുടുംബം നോക്കാനുണ്ടാവില്ല. ഇപ്രാവശ്യം മാത്രം എന്നെ ഒന്ന് പോകാൻ വിടണം. ഇത്തവണ പോയ പിന്നെ ഞാൻ ഒരു സ്പോർട്സിനും പോവില്ല, സത്യം.